വിശദമായ വാർത്തകളിലേക്ക്. നൂറനാട് ലെപ്രസി സാനിറ്റോറിയം സ്ഥിതി ചെയ്യുന്ന 190 ഏക്കർ ഭൂമിയിൽ 70 ഏക്കർ സ്ഥലം ഇൻഡോ തിബറ്റൻ ബോർഡർ പോലീസിന് വേണ്ടി നൽകുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എംപി പറഞ്ഞു. സാനിറ്റോറിയം അടച്ചുപൂട്ടുമെന്നുള്ള ഇടതുപക്ഷത്തിന്റെ പ്രചരണം രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ളതാണെന്നും കൊടിക്കുന്നിൽ ആരോപിച്ചു. ഈ സ്ഥലം ഇത് ഇൻഡോ ടിബറ്റൻ ബറ്റാലിയന് ഇവിടെ 70 ഏക്കർ സ്ഥലം എടുത്തു കൊടുക്കണം എന്ന് ഗവൺമെന്റ് തീരുമാനിച്ചാൽ ഗവൺമെന്റിനാ തീരുമാനിക്കുന്ന അവകാശം. ക്യാബിനറ്റ് തീരുമാനിച്ചാൽ തീരുമാനം തന്നെയാണ്. അവിടെ മാർക്സിസ്റ്റുകാർ അവിടെ കൊടി പിടിക്കുകയോ മുദ്രാവാക്യം വിളിക്കുകയോ വിളിച്ചിട്ട് പോകത്തേ ഉള്ളൂ. BSF ബറ്റാലിയനെ ഇവിടെ നിന്ന് അടിച്ചോടിച്ചതുപോലെ BSF ബറ്റാലിയൻ വരാതിരിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി ബോധപൂർവ്വം ശ്രമിച്ചതുപോലെ ഇൻഡോ ടിബറ്റൻ ബറ്റാലിയൻ ഇവിടെ അനുവദിച്ചത് വരാതിരിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി ശ്രമിച്ചാൽ അത് വിലപ്പോവില്ല. ഈ ബറ്റാലിയൻ ഇവിടെ സ്ഥാപിക്കും. സംസ്ഥാന ഗവൺമെന്റ് സ്ഥലം കൈമാറും. ഈ നാടിന്റെ മുഖച്ഛായ മാറുന്ന ഭാവിയിൽ ആയിരക്കണക്കിന് ചെറുപ്പക്കാർക്ക് മിലിറ്ററിയിലും അതുപോലെ തന്നെ മറ്റ് അർദ്ധസൈനിക വിഭാഗങ്ങളിലേക്കും റിക്രൂട്ട്മെന്റ് അടക്കമുള്ള സാഹചര്യങ്ങൾ അവസരങ്ങൾ വരുന്നത് അത് ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ അത് അനുവദിക്കുന്ന പ്രശ്നമില്ല. ചാരുമൂട്ടിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് കൊടിക്കുന്നിൽ സുരേഷ് ഇക്കാര്യങ്ങൾ അറിയിച്ചത്. ലെപ്രസി സാനിറ്റോറിയത്തിന്റെ പ്രവർത്തനം സാധാരണ സ്ഥിതിയിൽ തുടരുകയാണ്. കഴിഞ്ഞ 2 ആഴ്ച മാത്രം 241 പേർ ഇവിടെ ചികിത്സ തേടിയെത്തി. കിടത്തി ചികിത്സയും സാനിറ്റോറിയത്തിൽ നടക്കുന്നുണ്ട്. ഫിസിയോതെറാപ്പിസ്റ്റിന്റെ ഒഴിവ് ഉടൻ നികത്തും. ഇടതുപക്ഷ ഭരണകാലത്തേക്കാൾ പരിഗണനയാണ് സാനിറ്റോറിയത്തിന് ഇപ്പോൾ ലഭിക്കുന്നത്. സാനിറ്റോറിയം നിർത്തലാക്കുന്നുവെന്ന പേരിൽ CPM-ഉം CPI-യും നടത്തിയ സമരങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്നും ഇത് ജനങ്ങൾ അവജ്ഞയോടെ തള്ളിക്കളയുമെന്നും കൊടിക്കുന്നിൽ പറഞ്ഞു. സാനിറ്റോറിയം സ്ഥിതി ചെയ്യുന്ന 190 ഏക്കറിൽ 70 ഏക്കർ കേന്ദ്ര സർക്കാരിന്റെ ആവശ്യപ്രകാരം ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസിന് നൽകും. ഇതോടെ നൂറനാട് മികച്ച ടൗൺഷിപ്പായി മാറും. നേരത്തെ BSF യൂണിറ്റ് നൂറനാട് വരുന്നതിന് തടസ്സം നിന്ന ഇടതുപക്ഷം ഇന്തോ ടിബറ്റൻ പോലീസ് വരുന്നതിനെ എതിർത്താൽ അനുവദിക്കില്ലെന്നും കൊടിക്കുന്നിൽ വ്യക്തമാക്കി. ദൃശ്യ ന്യൂസ്, ചാരുമൂട്.